ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ? വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രാശിയിൽ തന്നെയാണ്. ആരൊക്കെയാണ് മീനൻ രാശി എന്നറിയുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. 2 മുഴു നക്ഷത്രങ്ങൾ ഉത്രട്ടാതിയും രേവതിയും, 1/4 നക്ഷത്രം പുരൂരുട്ടാതി. അങ്ങനെയാണ് 2 നക്ഷത്രം വരുന്നത്. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ലഗ്നത്തിലാണ്. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അത് പലപ്പോഴും ഒരു ഭോഗാസക്തമായ അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. തന്നെ ഭോഗാസക്തിയെ സൂചിപ്പിക്കുന്നു. താൻ നല്ല സുഖത്തോടു കൂടിയിരിക്കുമെന്ന് പ്രത്യേകിച്ച് ഫലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശുക്രനും ശനിയും തമ്മിലുള്ള യോഗമാണ്. പല സ്ത്രീ സൗഹൃദങ്ങളും വരും. യുവജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അതിനാൽ പലപ്പോഴും നഴ്സായ ഭാര്യയ്ക്ക് വിദേശത്ത് പെട്ടെന്ന് ജോലി കിട്ടുക, താൻ ഭാര്യയെ അനുഗമിക്കുക, യുവതികളെ കൊണ്ട് ജീവിക്കും. പലർക്കും വിദേശങ്ങൾ വേശ്യാലയങ്ങൾ നടത്തുന്ന ആളെ കാണാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങൾ കാണാം. സ്ത്രീകളെ, നഴ്സുകളെ, ഡോക്ടർമാരെയൊക്കെ അയക്കുക, ഫിസിയോതെറാപ്പിസ്റ്റിനെ വിദേശത്തേക്ക് അയക്കുക. അവർക്ക് നല്ല അവസരമാണ്. ഇവിടെ ശുക്രൻ സഹായപതിയാണ്, സഹോദരപതിയാണ്. നല്ല സഹായികൾ ഉണ്ടാവും, നല്ല സഹായികൾ തനിക്ക് ലഭിക്കും, സഹോദര സുഖം ലഭിക്കും. സ്മരതിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിലെ ശുക്രൻ. നല്ല കാമകലകളോട് താല്പര്യവും സുഖിമാനമായി ഇരിക്കും. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാണ്. ഇറ്റ്സ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. സമീചീനമംഗം സമീചീന സംഘ സമീചീന ബഹു അങ്കരാഭോഗയുക്ത. സമീചീനമംഗം, മനോഹരമായ ശരീരമുണ്ടാകും, താൻ വളരെ എക്സ്പ്രസീവായി നടക്കും, നല്ല സൗഹൃദങ്ങളുണ്ടാകും, ധാരാളം സ്ത്രീകൾ തൻ്റെ അടുത്ത് വരും. സമീചീന കർമ്മ, നല്ല ജോലി ലഭിക്കും. സമീചീന ശർമ്മ, എല്ലാ ഭൗതിക സുഖങ്ങളും ലഭിക്കും. സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തി, ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇതെല്ലാം തരും. ഇവിടെ അഷ്ടമാധിപനായ ഗ്രഹമാണ് ശുക്രൻ എന്നറിയണം. ഭോഗാസക്തനായി അറിയാതെ ശനിയോടുകൂടി യോഗം ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീ വിഷയത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ കീഴ് ജീവനക്കാരികളുമായി മൈഥുനത്തിലും രതിയിലും ഏർപ്പെടും. അങ്ങനെ മന്ത്രിയായാലും അധികാരത്തിലുള്ളവരും സ്വകാര്യതയിൽ പല കാര്യങ്ങളും ചെയ്ത് അത് ലീക്കായി സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തും ഈ ശുക്രൻ എന്നറിയണം. ഇവിടെ നിർബന്ധമായും ഗണപതിക്ക് വെള്ളിയാഴ്ചകളിൽ നാളികേരം അടിക്കുന്നത് വളരെ ഗുണമാണെന്നറിയുക. നന്ദി, നമസ്തേ.